വയനാട് ദുരന്തത്തിൽ 220 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 160 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 34 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനായിട്ടില്ല. 180 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നാളെ മുതൽ രാവിലെ 9 മണിക്ക് ശേഷം ബെയിലി പാലത്തിനപ്പുറത്തേക്ക് ആളെ കടത്തിവിടില്ല. 9 മണിക്ക് മുമ്പ് 1500 പേരെ മാത്രം കടത്തിവിടും. ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കാനാണ് നടപടി. ബെയിലി പാലത്തിനപ്പുറത്തേക്ക് ഭക്ഷണം നൽകുന്നത് സർക്കാർ നിയന്ത്രണത്തിലായിരിക്കും. ഭക്ഷണ വിതരണത്തിൽ ഇന്നുണ്ടായ പ്രശ്നങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി മന്ത്രി വ്യക്തമാക്കി. നമുക്കൊരു 9 മണിയോടുകൂടി അകത്തേക്കുള്ള രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ ബെയിലി ബ്രിഡ്ജിനകത്തേക്കുള്ള എൻട്രി നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്യായിരിക്കും നല്ലത് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അതൊരു 1500 പേരിൽ കൂടുതൽ ഇപ്പോൾ അകത്തേക്ക് വിടേണ്ട കാര്യവുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആളുകൾ ധാരാളമായിട്ട് പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ. ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് ആളുകളെ വിടുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ വരാതിരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതിനൊരു അക്കൗണ്ടബിലിറ്റി വേണം. പുത്തുമലയിൽ ഇനി ഒരിക്കലും ചൂരൽമലയിൽ ഇനി ഒരിക്കലും വേറെ ഒന്നും ഉണ്ടാകും. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് 2:30 മണിക്ക് എല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന വിധത്തിൽ ഒരനക്കം ഉണ്ടായത്. ആളുകൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയാൽ എത്ര ആളുകൾ അകത്തുപെട്ടിട്ടുണ്ടെന്നും എത്ര ആളുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടെന്നും മനസ്സിലാകുന്നില്ല. ഇന്നലെ തന്നെ സൂചിപ്പാറയിൽ നിലമ്പൂരിൽ നിന്ന് കയറിയൊരു സംഘം വന്ന് പെട്ടത് നമുക്ക് ഭാഗ്യത്തിന് അവർ രക്ഷിക്കാനായി. അങ്ങനെ പോകുന്നത് പലതരത്തിൽ ആളുകളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ഘട്ടത്തിലായി നടത്തേണ്ട പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന മനസ്സാന്നിധ്യത്തെ വല്ലാത്ത സ്നേഹത്തോടെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു.